ദസറ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ ശ്രീകാന്ത് ഒഡേരയും നാനിയും ഒന്നിക്കുന്ന ചിത്രമാണ് ദ പാരഡൈസ്. ബിഗ് ബജറ്റ് ചിത്രമായി എത്തുന്ന ദ പാരഡൈസിന്റെ ദൃശ്യങ്ങൾ നാളെ പുറത്തിറക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ പ്രമേയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസാണ് ചിത്രം പുറത്തിറക്കുക. തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരം നാനിയുടെ ചിത്രത്തിനായി ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സിംഗരണി കൽക്കരി ഖനികളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ദസറയിൽ ധരണി എന്ന കഥാപാത്രത്തെയാണ് നാനി അവതരിപ്പിച്ചത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം കീർത്തി സുരേഷാണ് വെണ്ണേല എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നാനി നായകനായി വേഷമിട്ടപ്പോൾ ശ്രീകാന്ത് ഒഡേലയുടെ സംവിധാനത്തിൽ സമുദ്രകനി, സായികുമാർ, ഷംന കാസിം, സറീന വഹാബ്, ഷൈൻ ടോം ചാക്കോ എന്നിവരും ദസറയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. സന്തോഷ് നാരായണനാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കിയത്. ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസിന്റെ ബാനറിൽ സുധാകർ ചെറുകുരിയാണ് ചിത്രം നിർമ്മിച്ചത്. ദസറ എന്ന ചിത്രത്തിലൂടെ നാനിക്ക് അവാർഡ് ലഭിച്ചിരുന്നു. ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമിയാണ് ദസറയിലെ പ്രകടന മികവിന് അവാർഡ് നൽകിയത്. നേരത്തെ സൈമ അവാർഡും തെലുങ്ക് താരത്തിന് ലഭിച്ചിരുന്നു. ദസറ പ്രദർശനത്തിനെത്തിയപ്പോഴും യുവതാരത്തിന് വലിയ പ്രശംസയാണ് ലഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.